ഞാൻ ഇന്നിവിടെ കടന്നു വന്നപ്പം ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പ്രത്യേകാൽ എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ ബ്രദർ അഭിഷേക് ഉണ്ട്. ഞാനും ഒന്നിച്ച് പഠിച്ചവരാണ്. മാർച്ച് മാസം 16-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ജനിച്ചവരാണ്. ഒരു ക്ലാസ്സിൽ അല്ല, എൻ്റെ ഒരു വയസ്സ് മൂത്തതായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. +2 ഹയർ സെക്കൻഡറിയിൽ. കോളേജിലേക്ക് ചെന്നപ്പം അദ്ദേഹം എൻ്റെ ജൂനിയറായിരുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ അഗാധമായൊരു സ്നേഹബന്ധമുണ്ട്. ഞാൻ +2 പഠിക്കുമ്പോഴും കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഒരുപാട് സിനിമാറ്റിക് പാട്ടുകളൊക്കെ പാടി ജനത്തെ മുഴുവൻ തുള്ളിപ്പിച്ചതും രസിപ്പിച്ചതും ഒക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു. ആമേൻ. അങ്ങനെ ഉള്ള ആ അഭിഷേകിനെ കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനകത്ത് കണ്ടു. കർത്താവിൻ്റെ ദാസൻ VJ ട്രാവനോടൊപ്പം ഒരു റൂമിനകത്തിരുന്ന് പാടുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എന്നോട് പറയുക, എനിക്ക് കർത്താവിനോട് അഗാധമായ പ്രണയമാണ്. എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിൻ്റെ മാച്ച് കാണാൻ വേണ്ടി കോളേജിൽ ഞങ്ങൾ പോയി ഇരുന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ മാന്യതയാണ് ആ ദൈവദാസൻ ഇവിടെ കൊണ്ടിരുത്തിയത്. ഒരു പ്രൊഫഷണൽ വർഷിപ്പ് ലീഡറൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ഒരു അഭിഷിക്തനാണ്. ഇന്ന് അല്പനിമിഷം അദ്ദേഹത്തിൻ്റെ ആ അനുഭവത്തെ പങ്കുവെക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിയ വലിയ അനുഗ്രഹിക്കപ്പെട്ട ആ പാട്ട് ഇവിടെ പാടാനും ആ ദൈവദാസനെ പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ ഈ ദിവസത്തിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഇരുകരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവജനങ്ങൾ കർത്താവിനെ സ്തുതിക്കാമോ? ഒരുപാട് സന്തോഷമുണ്ട്. വളരെ യാദർശികമായിട്ടാണ് എനിക്കിവിടെ കടന്നു വരാൻ ഇടയായി തീർന്നത്. ലോഗോസ് ഇൻ്റർനാഷണൽ ചർച്ചിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ ബിന്നി ജോൺ അവരുകൾ, അതുപോലെ തന്നെ ഈ ചർച്ചിലുള്ള എല്ലാ വിശ്വാസികൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യ സേവനത്തെ ഞാൻ ഈ അറിയിക്കുകയാണ്. ഇന്ന് ദൈവാത്മാവിനെ നിയോഗിക്കുന്ന പോലെ അതിനുവേണ്ടി പ്രിയ അഭിഷക്തനെ ഇന്ന് എഴുന്നേൽപ്പിച്ചു. എൻ്റെ അനുഭവമാണ് അദ്ദേഹം ഇന്നിവിടെ പ്രസംഗിച്ചത്. ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം സ്തുതിക്കാനിടയായി തീർന്നു. പാട്ടിലും ക്രിക്കറ്റിലുമായിരുന്നു എൻ്റെ ടാലൻസൊക്കെ. പാട്ട് പാടി അങ്ങനെ സ്കൂൾസിൽ ക്രിക്കറ്റൊക്കെ കളിച്ചു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവുക എന്നുള്ളത്. ഒരു പക്ഷേ പാട്ടിനേക്കാൾ കൂടുതൽ ഞാൻ സ്പോർട്സിനെയാണ് സ്നേഹിച്ചത്. 19-ാമത്തെ വയസ്സിൽ കോട്ടയത്തിൻ്റെ സെലക്ഷൻ ഇറങ്ങിയിട്ട് കിട്ടിയില്ല. ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് കളിക്കാനുള്ള സാഹചര്യം